MDMA കേസിലെ പ്രതികൾ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള ബന്ധം. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പ്രതികളുടെ വാഹനം പരിശോധിച്ചിരുന്നു. അവിടങ്ങളിലെല്ലാം പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയുമൊത്തുള്ള ദൃശ്യങ്ങൾ. ഒടുവിൽ കാസർഗോഡ് പിടിയിലാവുകയായിരുന്നു. പിടിയിലായ ശേഷവും ഹുസൈൻ അടക്കമുള്ളവർ ആദ്യം പോലീസിനോട് പറഞ്ഞത് വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, ബന്ധങ്ങളാണ്, മുഖ്യമന്ത്രിയുമായുള്ള അടുത്ത ബന്ധങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനം, 7 ജില്ലകൾ കടന്നാണ് കാസർഗോഡ് എത്തുന്നത്. കാസർഗോഡ് എത്തുമ്പോൾ പിടിക്കപ്പെടുന്നു. മറ്റ് 6 ജില്ലകളിലും ചിത്രങ്ങൾ കാണിക്കുന്നു. താൻ സോഷ്യൽ മീഡിയ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് പറയുന്നു. 6 ജില്ലകളിൽ ആർക്കൊക്കെയാണ് ഈ MDMA നൽകിയത്, ആരിൽ നിന്നൊക്കെയാണ് പണം വാങ്ങിയത്, ആ പണം എങ്ങോട്ട് പോയി, ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത്. അതിനെല്ലാം ഉപയോഗിച്ചത്, 6 ജില്ലകൾ കടക്കാൻ ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയുടെ പേര് മാത്രം. കാസർഗോഡ് പിടിയിലായി. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശ്വസ്തനായ ഹുസൈൻ ഉൾപ്പെട്ട MDMA കേസ് ഒരു അട്ടിമറിയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം ആദ്യം പറയാൻ. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്തകളിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്, മുഖ്യമന്ത്രിയുമായുള്ള അടുത്ത ബന്ധമാണ് ഇവർ ഈ MDMA മൊത്തക്കച്ചവടത്തിനും അതോടൊപ്പം തന്നെ അത് കേരളത്തിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഇവർ എറണാകുളത്ത് നിന്നാണ് പുറപ്പെട്ടത്. വിവിധ ജില്ലകളിലേക്ക് ഇടനിലക്കാർക്ക് MDMA എത്തിക്കുന്നതിനാണ് വന്നത്. ഈ വരുന്ന വഴിയിലെല്ലാം തന്നെ ഇവർക്ക് വാഹന പരിശോധനകളെ നേരിടേണ്ടി വന്നിരുന്നു. പോലീസ് പല സ്ഥലത്ത് ആ വാഹന പരിശോധന നടത്തുമ്പോൾ വി ഡി സതീശനുമായുള്ള അടുത്ത ബന്ധം, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന ബന്ധം സൂചിപ്പിച്ചുകൊണ്ടാണ് വാഹന പരിശോധനയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പ്രതികളുടെ വാഹനം പരിശോധിച്ചിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ വാഹന പരിശോധന നടത്തുമ്പോൾ ഇവരുടെ വാഹനത്തിൽ MDMA വലിയ തോതിലുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ 500 ഗ്രാം MDMA ആണ് ഇവരുടെ വാഹനത്തിലുണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് തന്നെ ഇവർക്ക് ആദ്യം വാഹന പരിശോധന നേരിടേണ്ടി വന്നു. പക്ഷേ ആ സമയത്ത് ഹുസൈൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി തൻ്റെ രാഷ്ട്രീയ ബന്ധം, ഉന്നത രാഷ്ട്രീയ ബന്ധം, പ്രത്യേകിച്ച് വി ഡി സതീശനുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വാഹന പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും സമാനമായ രീതിയിൽ പോലീസിന്റെ വാഹന പരിശോധന ഉണ്ടായിരുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ ഹുസൈൻ ആദ്യം വാഹനത്തിൽ നിന്നിറങ്ങും. അതിനുശേഷം പോലീസുകാരുമായി സംസാരിച്ച് തന്റെ രാഷ്ട്രീയ ബന്ധം വെളിപ്പെടുത്തുന്നു. സിജു, ഒരു സംശയം. അതായത് സിജു, ഈ എറണാകുളത്ത് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നത് 500 ഗ്രാം MDMA. കാസർഗോഡ് എത്തുമ്പോൾ അത് 139 ഗ്രാം ആയി ചുരുങ്ങുന്നു. ബാക്കിയുള്ള കണക്ക് 339 ഗ്രാം MDMA എവിടെ? 5 ജില്ലകൾ കടന്നു വരുന്നു. ആർക്കാണ് നൽകിയത്? എത്ര രൂപ വാങ്ങി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? സിജു, സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ട്. പക്ഷേ ആ രീതിയിലേക്ക് അന്വേഷണം കടക്കുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്ത വരുന്നു, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ 500 ഗ്രാം MDMAയുമായാണ് ഈ സംഘം എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടത്. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ MDMA എത്തിക്കുന്ന മൊത്ത വ്യാപാരികളാണ് ഈ യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെട്ട സംഘമെന്ന് കഴിഞ്ഞ ദിവസം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ മൊത്ത വ്യാപാരികൾക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇടനിലക്കാരുണ്ട്. ആ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളിലേക്ക് ഈ വലിയ തോതിൽ MDMA എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ പുറപ്പെട്ടത്. 500 ഗ്രാം MDMAയുമായി പുറപ്പെട്ട സംഘം 200 ഗ്രാമിലധികം MDMA ആദ്യം നൽകിയത് മലപ്പുറത്ത്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, മലപ്പുറത്ത് ഇവർക്ക് വാഹന പരിശോധന നേരിടേണ്ടി വന്നു. പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഈ ഹുസൈൻ്റെ ഉന്നത രാഷ്ട്രീയ ബന്ധം സൂചിപ്പിച്ചുകൊണ്ടാണ്. ഈ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഇവർ അതിനായി പോലീസുകാരെ കാണിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പിന്നീട് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി MDMA വിതരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. കൃത്യമായി ആർക്കാണ് വിതരണം ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ കണ്ടതാണ്, തിങ്കളാഴ്ച മുതൽ ഇവർ MDMA കോഴിക്കോടും മലപ്പുറത്തും കണ്ണൂരുമെല്ലാം വിതരണം ചെയ്തു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നു. പക്ഷേ അതിൻ്റെ തുടരന്വേഷണം ഉണ്ടാകണം. പക്ഷേ അത്തരം തുടരന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ കണ്ണൂർ കാസർഗോഡ് അതിർത്തിയായ കാലിക്കടവിൽ വെച്ച് 129.29 ഗ്രാം MDMAയുമായി ഇവർ പിടിയിലാവുന്നു. ഇവിടെയും ഈ പരിശോധനാ സമയത്ത് ഇവർ അവരുടെ ഉന്നത രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പരിശോധനാ സംഘത്തിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരെടുത്ത വളരെ ശക്തമായ നിലപാടാണ് ഇവർ ഈ കേസിൽ പിടിയിലാവാൻ തന്നെ കാരണമായത് എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി സ്ഥലത്തെത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതോടുകൂടി കാസർഗോഡ് കണ്ണൂർ അതിർത്തിയായ കാലിക്കടവിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത രീതിയിൽ ഈ കേസിൽ ഇവർ പിടിയിലാവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പറയുന്നത്. സിജു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞതാണ്, VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന നിലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ 2-3 വർഷമായി പരിചയമുണ്ട് എന്നാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2021 മുതലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. അത്രയും കാലമായി VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, അതോടൊപ്പം തന്നെ വിശ്വസ്തൻ എന്ന് നമുക്ക് പറയാം, വിശ്വസ്തനായി നിൽക്കുന്ന ഒരാൾ ഏത് നിലയിൽ തൻ്റെ ഇത്തരം കച്ചവടത്തിന് തൻ്റെ രാഷ്ട്രീയ ബന്ധം ഉണ്ടാകുമെന്ന കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ. സ്വാഭാവികമായും എല്ലാ തരത്തിലുള്ള പരിശോധനകളെയും എല്ലാം തന്നെ ഇവർ മറികടന്നത് ഇവരുടെ രാഷ്ട്രീയ ബന്ധമാണ്. പ്രത്യേകിച്ച് VD സതീശനുമായുള്ള രാഷ്ട്രീയ ബന്ധം അത് കൃത്യമായി പോലീസുകാരോട് പറഞ്ഞുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. ഇതിൽ 3 പ്രതികൾ പിടിയിലായതിനു ശേഷം സൈനുൽ ആബ്ദീൻ, വേറൊരു തരത്തിൽ നമുക്കിത് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. അതായത് കാസർഗോട്ട് പോലീസ് പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഈ എല്ലാ ജില്ലകളിലും പോകുമ്പോൾ ഈ VD സതീശന്റെ ചിത്രം കാണിക്കുന്നു, ബന്ധം ആ പോലീസുകാരോട് പറയുന്നു. നിർബാധം കേരളത്തിലുടനീളം ഈ കച്ചവടം വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ആരുടെ ലെവലിൽ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ലെവലിൽ. അവിടെയാണ് സംശയം വരുന്നത്. ഈ മുഹമ്മദ് ഹുസൈനും സലാമും ഉൾപ്പെടെയുള്ളവർ വിറ്റ പണം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? എത്ര നാളായി ഈ പണം എത്തിച്ചേരുന്നുണ്ട്? ഈ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സിജു കൊണ്ടുവന്ന വാർത്തയിൽ 55 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം കർണാടകത്തിലുള്ള 4 പേർക്ക് നൽകി എന്നുള്ളതാണ്. അറിയേണ്ടത് എത്ര നാളായി ഈ പണം ഇത്തരത്തിൽ കച്ചവടം നടത്തി വാങ്ങുന്നു, എത്ര വിഹിതം സതീശന് എത്തിയിട്ടുണ്ടാകണം? ചോദ്യങ്ങൾ വരികയാണ്. സിജു, യൂത്ത് കോൺഗ്രസിന്റെ ലേബലിൽ, ആ രാഷ്ട്രീയ ബന്ധങ്ങളുടെ ലേബലിൽ ഉന്നതരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇവർ MDMA മൊത്ത കച്ചവടം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ, കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ നമ്മൾ നൽകിയതുപോലെ തന്നെ 53 ലക്ഷം രൂപയോളം ഇവർ ബംഗളൂരുവിലെ 4 പേരുടെ അക്കൗണ്ടുകളിലേക്കായി വിവിധ കാലയളവിൽ, ഈ അടുത്തിടെ വിവിധ കാലയളവിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 53 ലക്ഷം രൂപയൊക്കെ ഇവർക്ക് സമാഹരിക്കണമെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലി എന്താണ് എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന പദവി ഉപയോഗിച്ച് അതൊരു ശമ്പളം കിട്ടുന്ന ജോലിയാണോ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് ഇവർക്ക് ഈ പണം കിട്ടുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യം പ്രാഥമികമായി പരിശോധിക്കണം. 53 ലക്ഷം രൂപ ഇവർ 4 പേരുടെ അക്കൗണ്ടുകളിലേക്കായി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് ഈ 53 ലക്ഷം രൂപ കൊടുത്ത് ഗ്രാമിന് 900 രൂപ എന്ന കണക്കിലാണ് MDMA ബംഗളൂരു സംഘത്തിൽ നിന്ന് വാങ്ങിക്കുന്നത്. അത് കേരളത്തിൽ കൊണ്ടുവന്ന് 2200 രൂപ ഗ്രാമിന് എന്ന നിലയിലാണ് വിൽക്കുന്നത്. ഇരട്ടിയിലധികം വില വരുന്നു. അത്രത്തോളം വില വരുമ്പോൾ ഇത് വിൽപ്പന നടത്തി കിട്ടുന്ന പണം എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇവരുടെ ഓരോ ജില്ലയിലെയും ഇടനിലക്കാരാരാണ്, ഇവരുടെ വേരുകൾ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട് എന്ന് അടക്കമുള്ള വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. അതിന് വിവിധ തലത്തിലുള്ള അന്വേഷണം നടത്തണമെങ്കിൽ വ്യത്യസ്തമായ സിജു, ഈ കാസർഗോട്ട് ഈ 139 ഗ്രാം MDMA ഇവർ പിടിയിലാകുമ്പോൾ അതിൽ സീഷർ മഹസറിൽ സാക്ഷികളെ ഒപ്പിട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. സാധാരണ നമുക്കറിയാം, ഇത്തരത്തിൽ മയക്കുമരുന്ന് പിടികൂടുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ, അതായത് തഹസീൽദാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അത് പിടിച്ചെടുക്കുന്നത്, രേഖപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ഒരു നടപടിക്രമം അവിടെ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം, ഇതിൻ്റെ സാക്ഷികളായി വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോടതിയിൽ കേസ് വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മലക്കം അറിയാം. പലവിധ സാധ്യതകളാണ് കേസ് അട്ടിമറിക്കാൻ. അവിടെ ആ നടപടിക്രമം പാലിച്ചിട്ടുണ്ടോ? തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണോ ഈ രേഖപ്പെടുത്തൽ, സീഷർ പിടിച്ചെടുത്തത്? ശരിയാണോ വസ്തുതകൾ? MDMA പിടിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സീഷർ മഹസർ. അതായത് ഈ പരിശോധന നടക്കുമ്പോൾ തങ്ങളിത് കണ്ടു എന്ന് രേഖപ്പെടുത്തുകയാണ്. അത് അങ്ങനെ രേഖപ്പെടുത്തി ഇവിടെ ഒപ്പുവെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ യൂത്ത് കോൺഗ്രസിന്റെ പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് സുധീഷ്, വൈസ് പ്രസിഡന്റ് സന്ദീപ്, അഡ്വക്കേറ്റ് നവനീർ ചന്ദ്രൻ, M രഞ്ജിത്ത് എന്നിവരാണ് ഈ കേസിൽ സീഷർ മഹസർ സാക്ഷികളായി ഒപ്പിട്ടിരിക്കുന്നത്. ഈ MDMA പിടികൂടുമ്പോൾ ഈ സമയത്ത് അവർ അവിടെ എങ്ങനെ എത്തി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ ദുരൂഹതകളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പലതരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ സമയത്ത് അവിടെ എത്തിയത്. ഇവർ സീഷർ മഹസർ സാക്ഷികളായി ഒപ്പിടുന്നു. അതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി DYFI ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ടുണ്ട്. വളരെ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് DYFIയുടെ ഭാഗത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായും ഒരു കേസ് ഇത് കോടതിയിലേക്ക് പോകുമ്പോൾ ഈ സീഷർ മഹസർ സാക്ഷികൾ കൂടി പ്രധാനമാണ്. ഇവർ ഏറെ നിലപാട് കോടതിയിൽ സ്വീകരിക്കുമെന്ന കാര്യം വ്യക്തമാണ്. സ്വാഭാവികമായും കോടതിയിലെത്തുമ്പോൾ ഇവർ സാക്ഷി മൊഴി മാറ്റി പറയാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. എങ്ങനെ ഇവർ ഒപ്പിടാൻ ആ സമയത്ത് അവിടെ എത്തി, എന്തുകൊണ്ട് ഇവരുടെ ഒപ്പ് തന്നെ രേഖപ്പെടുത്തി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു പരിശോധന, പോലീസിന്റെ വകുപ്പ് തല പരിശോധനകൾ കൂടി ആവശ്യമായി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ MDMA പിടികൂടിയതിന് ശേഷം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അത്തരം
സാക്ഷ്യപ്പെടുത്തലുകളെല്ലാം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തൂക്കി എത്ര അളവുണ്ട്, ഇത് പിടികൂടുമ്പോൾ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത്, ഏത് സമയത്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയ ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ അതിലുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ തീരുമാനപ്രകാരം അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സാക്ഷികൾ കോടതിയിലെത്തുമ്പോൾ ഏത് രീതിയിൽ ഇടപെടുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. 4 പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഉന്നത സ്വാധീനമുള്ള ഒരു നേതാവ് ഉൾപ്പെട്ട ഒരു കേസാണ്. VD സതീശനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസ് പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് സുധീഷും വൈസ് പ്രസിഡന്റ് സന്ദീപും അഡ്വക്കേറ്റ് നവനീത് ചന്ദ്രനും M രഞ്ജിത്തുമെല്ലാം കോടതിയിൽ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ സാക്ഷിമൊഴി മാറ്റിപ്പറയാനാണ് സാധ്യത ഏതായാലും കാണുന്നത്. പക്ഷേ ഈ സാക്ഷിമൊഴി മാറ്റിപ്പറയുമ്പോൾ സ്വാഭാവികമായും അത് കേസിനെ ഒരു തരത്തിൽ ബാധിക്കും.